നമ്മുടെ മാധ്യമങ്ങളൊക്കെ അവിടെ അന്വേഷിച്ചു പോയില്ലേ? ആ വീട്ടിലൊക്കെ അന്വേഷിച്ചു പോയില്ലേ? ഒരു ഒറ്റ കുടിസ് മുറിയില് 80 വോട്ടുള്ള മുറിയൊക്കെ നാട് കണ്ടില്ലേ? പറയട്ടെ രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തശ്ശൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാസാക്കിയതാണ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മഹാരഥന്മാര് ഇരുന്ന് തയ്യാറാക്കിയതാണ് ഭരണഘടന. അതിൽ ഞങ്ങളുടെ പ്രതിനിധി ഒരാളേ ഉള്ളൂ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ആ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അതാത് ഹൈക്കോടതിയെ സമീപിക്കാന്ന്. അങ്ങനെയല്ലേ രാജനാരായണൻ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്? അങ്ങനെയല്ലേ കെ സുരേന്ദ്രൻ കേസ് നടത്തിയത്? 80 കള്ളവോട്ട് തെളിയിച്ചു, പക്ഷെ അപ്പോഴേക്ക് എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി. എന്താ കോൺഗ്രസുകാർക്ക് ബുദ്ധിമുട്ട്? മഹാദേവപുരെ കേസ് കൊടുക്കാൻ എന്താ മറ്റ് സ്ഥലങ്ങളിൽ കേസ് കൊടുക്കാൻ ബുദ്ധിമുട്ട്? 1.5 കൊല്ലം കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് കോൺഗ്രസുകാരോട് പറയാ, ബീഹാർ ഇലക്ഷനിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചാൽ ഈ ഡിസംബർ 29, നവംബർ 14 എണ്ണുക. ഡിസംബർ 29 പട്ന ഹൈക്കോടതി കേസ് കൊടുക്കണം അതാത് മണ്ഡലങ്ങളിൽ തോറ്റ സ്ഥാനാർത്ഥികൾ. ഏത് മുന്നണിയാണെങ്കിലും, ഞങ്ങളുടെ മുന്നണിയാണെങ്കിലും നിങ്ങളുടെ മുന്നണിയാണെങ്കിലും. അല്ലാണ്ട് 2026 ഡിസംബറിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. ഇത് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ കൊല്ലം ഡിസംബർ 29 കേസ് കൊടുക്കണം കേട്ടോ. ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. തൽക്കാലം ഇത്രയും മതി.